ശരാശരി മലയാളി ഇന്ന് ഏറ്റവും ഭയപ്പെടുന്നത് ആരെയെന്ന ചോദ്യത്തിന്റെ ഒറ്റ ഉത്തരം തെരുവ് നായ്ക്കൾ എന്നതാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികളെ മാത്രമല്ല, വീട് വിട്ട് പുറത്തിറങ്ങുന്ന ആരെയും പട്ടി ഓടിച്ചിട്ട് കടിക്കുന്ന കാലമായി. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ട് നിൽക്കുന്ന കുട്ടികൾക്ക് വരെ നായയുടെ കടിയേറ്റ സംഭവങ്ങൾ ധാരാളമുണ്ട്. തെരുവ് നായ്ക്കൾ മൂലം വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നു. എന്നിട്ടും എന്തേ നമ്മുടെ ജനപ്രതിനിധികൾ ഉണരുന്നില്ല? നിയമസഭയിൽ വഴിപാട് പോലെ ഒരു ചോദ്യമോ സബ്മിഷനോ ഒക്കെ വരും. സ്ഥിരം പറയുന്ന ഉത്തരം മന്ത്രി പറയും, കർമ്മം കഴിയും. ഇവരാരും എവിടെയും നടന്നു പോകാറില്ല. അഥവാ നടന്നാൽ തന്നെ ഒരു പറ്റം അനുചരർ കാണും. ഒരു പട്ടിക്കും അവരെ കടിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ പട്ടിയെ പേടിക്കേണ്ട കാര്യം അവർക്കില്ല. അപ്പോഴാണ് ജോസ് കെ മാണി തെരുവ് നായ്ക്കളുടെ പ്രശ്നം ചർച്ച ചെയ്യാനും ഈ ശല്യം ഇല്ലാതാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാനുമായി നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചുകൂട്ടണം എന്ന ആവശ്യവുമായി രംഗത്ത് വരുന്നത്. കേരള കോൺഗ്രസ് എം ചെയർമാനായ ജോസ് കെ മാണി ഇടതുമുന്നണിയുടെ പ്രമുഖനായ നേതാവാണ്. മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടിയ കേരളത്തിലെ എംപിമാരുടെ യോഗത്തിൽ ഉന്നയിച്ച ശേഷമാണ് ജോസ് ഈ ആവശ്യം പരസ്യമായി ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച പണിമുടക്ക് ദിനത്തിൽ തിരുവനന്തപുരത്ത് 7 പേർ പട്ടികടിച്ച് ആശുപത്രിയിലായി. കണ്ണൂരിൽ ജൂൺ 17-ന് 50 പേരെയാണ് ഒരു തെരുവുനായ ഓടി നടന്നു കടിച്ചത്. പിറ്റേന്ന് നായ ചത്തു. നായ കടിച്ചവരിൽ വീട്ടുമുറ്റത്ത് പിച്ചു നിന്ന 1.5 വയസ്സുകാരി വരെ ഉണ്ടായിരുന്നു. 5 മാസത്തിനിടെ 1,65,135 പേർക്ക് കടിയേറ്റു. 17 പേർ മരിച്ചു. കേരള ജനതയുടെ സ്വൈരജീവിതത്തെ വല്ലാതെ ഭീതിപ്പെടുത്തുന്ന തെരുവുനായ്ക്കളുടെ ശല്യം പരിഹരിക്കുന്നതിന് പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചുകൂട്ടുക തന്നെ വേണം. കേരളത്തിലെ ഓരോ ജില്ലയിലും 35,000 മുതൽ 50,000 വരെ തെരുവുനായ്ക്കൾ ഉണ്ടെന്നാണ് കണക്ക്. ഓരോ പഞ്ചായത്തിലും 500 തെരുവുനായ്ക്കളെങ്കിലും ഉണ്ട്. ഇവയെ ഭയന്ന് വഴിയിലിറങ്ങാനാവുന്നില്ല. ഉടമസ്ഥനില്ലാത്ത മുഴുവൻ നായ്ക്കളെയും പിടികൂടണം. പേപ്പട്ടി മരണം ഉണ്ടായാൽ 1 കിലോമീറ്ററിനുള്ളിലുള്ള എല്ലാ തെരുവുനായ്ക്കളെയും കൊല്ലാൻ നിയമം വേണം. കേരളത്തിലെ ഏറ്റവും നല്ല വരുമാന മേഖലയായ ടൂറിസത്തെ ഈ ശല്യം വല്ലാതെ ബാധിക്കുന്ന നിലയാണ്. 2001-ലെ ഇന്ത്യൻ ഡോഗ് ആക്ട് മൂലം നായ്ക്കളെ കൊല്ലുന്നതിനുള്ള തടസ്സം നീക്കണം. ജല്ലിക്കെട്ട് നിരോധിച്ചപ്പോൾ തമിഴ്നാട് സർക്കാർ പുതിയ നിയമനിർമ്മാണം നടത്തിയതുപോലെ കേരളവും നടത്തണം. പക്ഷിപ്പനിയും പന്നിപ്പനിയും ഒക്കെ ബാധിക്കുമ്പോൾ ആ പ്രദേശത്തുള്ള പന്നി, കോഴി, താറാവ് എന്നിവയെ ആകെ കൊല്ലുന്നത് പോലെയുള്ള സമീപനം ഉണ്ടാവണം. കാട്ടുപന്നികളെ കൊന്നാൽ വനത്തിലുള്ള കടുവയ്ക്കും പുലിക്കും ഭക്ഷണം ഇല്ലാതാകുമെന്ന് ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞു. എങ്കിൽ ഈ നായ്ക്കളെ പിടിച്ച് ഉൾക്കാട്ടിൽ വിട്ടാൽ വന്യമൃഗങ്ങൾക്ക് ഭക്ഷണമാവില്ലേ? ജോസിന്റെ ഈ ചോദ്യം കേട്ട് എംപിമാരെല്ലാവരും ചിരിച്ചു. പലരും വിഷയത്തിന്റെ ഗൗരവം അറിയുന്നില്ലെങ്കിലും മുഖ്യമന്ത്രിക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് ജോസ് കരുതുന്നത്. അടുത്ത മാസം നിയമസഭ ചേരാനും വന്യമൃഗങ്ങളെയും തെരുവുനായ്ക്കളെയും സംബന്ധിച്ച് ചില നിയമങ്ങൾ പാസ്സാക്കാനും സാധ്യതയുണ്ടെന്നും ജോസ് കരുതുന്നു. കുത്തിവെപ്പെടുത്താലും പേയിളകില്ലെന്ന് ഉറപ്പില്ലാത്ത നിലയുമായി ശക്തമായ നിയമസംരക്ഷണമാണ് തെരുവുനായകൾക്കുള്ളത്. ഇതും മാറണം. തെരുവുനായ വക്താക്കൾക്ക് വേണ്ടി ഏറ്റവും പ്രഗത്ഭരായ അഭിഭാഷകർ കോടതിയിൽ ഹാജരാകുന്നു. നായ്ക്കളോടുള്ള സ്നേഹത്തെക്കാൾ പേപ്പട്ടി വിഷ വാക്സിൻ നിർമ്മാതാക്കളുടെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കപ്പെടുന്നത് എന്ന് കരുതാൻ ന്യായങ്ങളുണ്ട്. കേരളത്തിൽ പേപ്പട്ടി വിഷ പ്രതിരോധ കുത്തിവെപ്പെടുത്തിട്ടും ഉണ്ടായ മരണങ്ങളിൽ പോലും മരുന്നിന്റെ ഗുണനിലവാരം ആരും സംശയിക്കുന്നില്ല എന്നത് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. ഇപ്പോഴത്തെ അംഗീകൃത തെരുവുനായ നിയന്ത്രണ പദ്ധതികളൊന്നും ഫലപ്രദമല്ല. വന്ധ്യംകരണ ശസ്ത്രക്രിയയാണ് ഒന്ന്. ഒരു ഡോക്ടർക്ക് പരമാവധി 3 വന്ധ്യംകരണ ശസ്ത്രക്രിയയാണ് ദിവസവും നടത്താനാവുക. ഈ കണക്കനുസരിച്ച് 25,000 നായ്ക്കളെയാണ് ഒരു വർഷം വന്ധ്യംകരിക്കാനാവുക. 2024-ൽ കേരളത്തിൽ 3.16 ലക്ഷം ജനങ്ങൾ പട്ടികടിയേറ്റ ആശുപത്രികളിലായി. 2024-ൽ 26 പേർ പേവിഷബാധ മൂലം മരിച്ചു. 2017-ൽ 1.35 ലക്ഷമായിരുന്നു ഇങ്ങനെ ആശുപത്രികളെ സമീപിച്ചത്. 133% വർധന. തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും അധികം, 50,870. കൊല്ലത്ത് 37,618, എറണാകുളത്ത് 32,086, പാലക്കാട്ട് 31,303, തൃശൂർ 29,363 എന്നിങ്ങനെ കേസുകളുണ്ടായി. 2023-ൽ പാർലമെന്റിൽ സമർപ്പിച്ച കണക്കനുസരിച്ച് 30.5 ലക്ഷം പേരെയാണ് പട്ടികടിച്ചത്. ഇതുമൂലം 286 മരണം സംഭവിച്ചു. തെരുവുനായ്ക്കളുടെ കടിയേൽക്കുന്നവർക്ക് സർക്കാർ നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് വ്യവസ്ഥ. 2018-ലെ സുപ്രീം കോടതി വിധി അനുസരിച്ച് ജസ്റ്റിസ് സിരിജകൻ കമ്മീഷൻ ഇതിനായി നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. കടിയേറ്റവർക്ക് 30,000 രൂപ മുതൽ 17 ലക്ഷം രൂപ വരെ കമ്മീഷൻ നഷ്ടപരിഹാരം വിധിച്ചിട്ടുണ്ട്. കൊടുക്കാൻ സർക്കാരിന്റെ കയ്യിൽ പണം വേണ്ടേ? ഒന്നും പറഞ്ഞതുകൊണ്ടായില്ലല്ലോ, നടപടികൾ വേണ്ടേ? എല്ലാം ശരിയാക്കിയെന്ന് സർക്കാർ പറയുമ്പോൾ ജനം ചോദിച്ചു പോകുന്നു. വേൾഡ് സൊസൈറ്റി ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ആനിമൽസിന്റെ പഠനമനുസരിച്ച് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത, തുറസായ സ്ഥലത്തെ മത്സ്യമാംസ മാലിന്യങ്ങൾ, ഇഷ്ടമൃഗങ്ങളുടെ വളർത്തലിന്റെ ദോഷങ്ങൾ തുടങ്ങിയവയാണ് നായ്പ്പെരുപ്പത്തിന്റെ കാരണം. സെന്റർ ഫോർ റൂറൽ മാനേജ്മെന്റ് കോട്ടയം നടത്തിയ പഠനമനുസരിച്ച് 2020-ൽ ഇന്ത്യയിൽ 350 ലക്ഷം തെരുവുനായ്ക്കൾ ഉണ്ടായിരുന്നത് 2023-ൽ 650 ലക്ഷമായി. ലോകത്തെ ഏറ്റവും അധികം തെരുവുനായ്ക്കൾ ഇന്ത്യയിലാണ്. ലോകത്തുള്ളതിൽ 36% തെരുവുനായ്ക്കൾ ഇന്ത്യയിലുണ്ട്. പേവിഷബാധ മൂലം ദക്ഷിണപൂർവ്വ ഏഷ്യയിൽ ഉണ്ടാകുന്ന മരണത്തിന്റെ 65% കേരളത്തിലാണ്. നായ ജനന നിയന്ത്രണ പ്രവർത്തനങ്ങൾക്കായി ഇപ്പോൾ സംസ്ഥാനത്ത് 20 കേന്ദ്രങ്ങളാണുള്ളത്. 2022-23-ൽ 37,000 തെരുവുനായ്ക്കൾക്ക് വാക്സിനേഷൻ എടുത്തു. 17,865 നായ്ക്കളെ വന്ധ്യംകരിച്ചു. 5.1 ലക്ഷം വളർത്തു നായ്ക്കളെ വാക്സിനേഷൻ നടത്തി. മൊത്തം നായ്ക്കളിൽ 70%-നെങ്കിലും വാക്സിനേഷൻ നടത്തിയാലേ മാറ്റമുണ്ടാകും. അശാസ്ത്രീയമായ വേസ്റ്റ് മാനേജ്മെന്റ് ഇല്ലാതാക്കണം. നെതർലൻഡ്സ്, ഭൂട്ടാൻ മോഡലുകൾ പരീക്ഷിക്കണം. ഇതെല്ലാമാണ് അവരുടെ പഠനം പറയുന്നത്. ഇതെല്ലാം ചെയ്തിട്ടും കേരളത്തിൽ നായശല്യം കൂടുന്നു. പുതിയ പരിപാടികൾ വേണം, നിയമനിർമ്മാണം വേണം. ജോസ് ചൂണ്ടിക്കാണിക്കുന്നു.
ഇത് ജനവികാരമാണ്. തെരുവ് നായ്ക്കളുടെ കുത്തിവെപ്പിന് 47.6 കോടി രൂപ പഞ്ചായത്തുകൾ ചെലവാക്കുന്നു. എന്നാൽ നായ്ക്കൾ പെരുകുന്നതല്ലാതെ വന്ധ്യംകരണം നടക്കുന്നില്ല. തെരുവ് നായ്ക്കളെ കൊല്ലാനും നിയമം ഉണ്ടാകണമെന്നാണ് ജനം ആഗ്രഹിക്കുന്നത്.